ശബരിമല കൊള്ള എന്ന് പറയുന്നത് 2013 മുതൽ അതിൻ്റെ ആദ്യം മുതൽ ഈ ഏറ്റവും വലിയ കള്ളനെന്ന് പറഞ്ഞ തന്ത്രി. കാരണം അയാൾ ഒന്നുമല്ല, അയാൾ ഒരു എന്തോന്ന് അയ്യപ്പൻ്റെ മറ്റേ ഇതൊന്നുമല്ല. അയാൾ ഒരു ശിങ്കിടി, ഒരു അവിടുത്തെ ഒരു മേൽശാന്തിയുടെ ശിങ്കിടിയായിട്ട് വന്ന മനുഷ്യൻ. അയാൾ VIP ആയി ചുരുക്കം. അത് അവിടുത്തെ അന്നുണ്ടായിരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം പിന്നെ അന്ന് അവിടെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുടെയും പിൻബലത്തോടെ അല്ലാതെ നടക്കൂല. അപ്പോൾ അങ്ങനെ അയാൾ അവിടെ VIP ആയി. പിന്നെ കേരളത്തിലെ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സിന് തന്നെ നേതാക്കൾ പോയി സോണിയാഗാന്ധിയുടെ അവിടെ ഇരുന്ന് നടക്കാതെ പിണങ്ങി വന്നവന്മാരുണ്ട്. മനസ്സിലായി? അവിടെയൊക്കെ ഇയാൾ പുട്ടുപോലെ കയറി ചെല്ലുന്നു. ഇയാൾ VIP ആണ്. ഞാനൊന്നും അറിഞ്ഞില്ല അന്ന്. ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായി പറയണം. എൻ്റെ മനസാക്ഷി ഈ പിന്നെ തടിയിലൊക്കെ ഉറുമ്പൊരിക്കുന്ന എൻ്റെ പ്രായത്തിൽ 73 വയസ്സായി കേട്ടിട്ടുള്ളൂ. അല്ലാതെ ഈ മെറ്റലിൽ ഉറുമ്പരിക്കുന്നതും ചെതൽ പിടിക്കുന്നതും എനിക്ക് അറിഞ്ഞൂടാ, കേട്ടിട്ടില്ല. ഇയാൾ എങ്ങനെ ചെന്ന് പെട്ടു? കയറ്റിയതാര്? ഉത്തര ഈസി അല്ലേ? കൊണ്ടുപോയവർ ചുമ്മാ സോണിയാഗാന്ധി എന്നൊക്കെ പറഞ്ഞ ഇസഡ് കാറ്റഗറി ഉള്ള സ്ത്രീ അവിടെ വലിയ കോൺഗ്രസ് ലീഡർമാർ പോയി കളഞ്ഞിട്ട് പിണങ്ങി വന്നവന്മാരുണ്ട്. പല അങ്ങനെ വന്ന് പാർട്ടി മാറിയവന്മാരുണ്ട്. പക്ഷെ അവിടെയൊക്കെ ചെന്ന് ഈ പറഞ്ഞവൻ ഈ മേൽശാന്തിയുടെ ശിങ്കിടി എന്ന് പറയണ എന്തൊരു പോറ്റി പേര് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ VIP ആയി. അതിന് അവന്മാർക്ക് ഉള്ള ഒത്താശ ചെയ്തു കൊടുത്ത ആര് ഇതുവരെ പുറത്ത് പറയാത്തത്?